നോക്കുകുത്തികളായി കുടുംബത്തിന്റെ രക്ഷിതാക്കൾ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആർക്ക് വേണ്ടിയാണ് സഹോദര? ആരെ പേടിച്ചിട്ടാണ് ഈ പൊങ്ങച്ചം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പൊങ്ങച്ചക്കാരെയും ആർഭാടക്കാരെയും അതിരുകവിഞ്ഞ് ചെലവാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനും എളുപ്പമാണ്. ഓരോരുത്തരുടെയും വീടുകളിൽ വിവാഹം വരുമ്പോൾ ആയത്തുകൾ മറക്കുന്നു, ഹദീസുകൾ മറക്കുന്നു. അപ്പുറത്തുള്ളവന്റെ വീട്ടിലെ വിവാഹത്തെ വിമർശിക്കുവാൻ എളുപ്പമാണ്. അവരവർക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുവാനുള്ളത്. പ്രശ്നങ്ങൾ പറയലല്ല ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ എമ്പാടും നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ് ഈ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ട് മിഠായി കൊടുക്കാൻ വരുന്ന വരവ് തുടങ്ങി, അതേപോലെ തന്നെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും വിവാഹത്തിന്റെ മുമ്പേയുള്ള ഫോട്ടോഷൂട്ടുകളും അതുപോലെയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ഏതൊക്കെയാണ് നടക്കുന്നത് വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോൾ അവസാനം വിവാഹത്തിന്റെ സദസ്സുകളിൽ വെച്ച് ബാപ്പയും ഉമ്മയും, ചെക്കന്റെയോ പെണ്ണിന്റെയോ ബാപ്പയും ഉമ്മയും വരെ പരസ്യമായി ഡാൻസ് കളിക്കുന്ന വിധത്തിലുള്ള പൊങ്ങച്ച പ്രകടനങ്ങളിലേക്കും പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്കും വരെ തരം താണു. എനിക്ക് പറയാനുള്ളത്, പരിഹാരം കാണാൻ സാധിക്കില്ലേ മുസ്ലിമേ? നമുക്ക് പരിഹാരമാണ് ഇവിടെ വേണ്ടത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ധാരാളം സംസാരിക്കണ്ട് എ മുതൽ സെഡ് വരെ എന്തൊക്കെയാണ് വിവാഹവേദികളിൽ നടക്കുന്നത് എന്ന്. പരിഹാരം ഒന്നേയുള്ളൂ, റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് കുടുംബനാഥന് ബോധം വേണം. ആളുകൾ എന്നോട് എന്ത് വിലയിരുത്തുന്നു എന്നല്ല, ആളുകൾ എന്തിനു വേണ്ടി എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നു എന്നുള്ളതല്ല, ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ കാര്യമാണ്. എന്ത് വേണം? വിവാഹത്തിന്റെ മുമ്പ് തന്നെ ആൺവീട്ടുകാരും പെൺവീട്ടുകാരും മുശാവറ നടത്തണം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. എന്റെ മോന്റെ വിവാഹമാണ്, എന്റെ മകളുടെ വിവാഹമാണ്. നിങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. നമ്മുടെ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിവാഹം തീരുമാനിച്ചു കഴിയുന്നത് ഓരോ മേഖലകളിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ ലിസ്റ്റ് തയ്യാറാക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വെട്ടിക്കളയണം. അയൽക്കാർക്ക് ഇഷ്ടമാണ്, മകനിഷ്ടമാണ്, മകൾക്കിഷ്ടമാണ്, കൂട്ടുകാരികൾക്ക് ഇഷ്ടമാണ്, കൂട്ടുകാർക്ക് ഇഷ്ടമാണ്, അതൊന്നും ഇവിടെ പ്രശ്നമല്ല, വെട്ടിക്കളയണം. അങ്ങനത്തെ വിവാഹത്തിൽ മതി നമ്മൾ ആ നിലക്ക് ഗൗരവത്തോടുകൂടെ പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ ചിന്തിക്കണം. അതല്ലെങ്കിൽ പൈശാചികമായ കൂത്തരങ്ങുകളായി ഏറ്റവും മനോഹരമായ അള്ളാഹുവിന് നന്ദി പറയേണ്ടുന്ന ആ ഒരു ദിവസം ഇന്ന് അവസാനിച്ചു പോകുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യാണ്? പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല. ഓരോരുത്തരും പരിഹാരം കാണുക, അത് മാത്രമേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. ഹദീസുകളും ആയത്തുകളും നിരവധിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ എത്രയെത്ര വിവാഹങ്ങൾ മുടങ്ങുന്നു, ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. വിവാഹ ജീവിതം ചിലപ്പോൾ മുന്നോട്ടൊക്കെ പോകുന്നുണ്ടാകും, വളരെ 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 വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് നീറുന്ന വേദികളായിക്കൊണ്ട് മാറുന്നുണ്ടാകും. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരോട്. ഞാൻ ഈ പറഞ്ഞ പരിഹാരമേയുള്ളൂ, ഞാൻ ഈ പറഞ്ഞ ഒറ്റ പരിഹാരമേയുള്ളൂ. പടച്ചറമ്പുരാനെ ഓർത്തുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നകും മുലാഖൂഹ്, നിങ്ങൾ അവനെ കണ്ടുമുട്ടാനാണ് മരണശേഷം പോകുന്നതെന്ന്. ആ ബോധം നിലനിർത്തിക്കൊണ്ട് കുടുംബങ്ങൾ മുശാവറ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാരത്തിലൂടെ എത്തിച്ചേർന്ന് വിവാഹം ഏറ്റവും ശോഭനമായ റബ്ബിന് തൃപ്തികരമായ രൂപത്തിലാക്കി തീർക്കുവാൻ ശ്രമിക്കുക.